വിട്, എന്താ ഈ കാണിക്കുന്നത്? അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി പറഞ്ഞു. ഞാൻ വാങ്ങിത്തരുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഷീതു. അത് നിരസിക്കാൻ നിനക്കെങ്ങനെ കഴിയും? അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ വല്ലാതെയായി. നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞാ ഷീതു അവള്. അവളിൽ എന്നേക്കാൾ അവകാശം ആർക്കും ഇല്ല. ചാർലിക്കുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. എൻ്റെ ചോരയാ അവള്. അപ്പോൾ അവനാണോ ഞാനാണോ അവൾക്കിതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടത്? അവൻ പുരികം പൊക്കി അവളോട് ചോദിച്ചതും അവൾക്ക് തിരികെ എന്തൊക്കെയോ അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അവനിശ്ചലയായി നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചിരുന്നുള്ളൂ. അവളുടെ ശരീരം വിറച്ച് തണുത്തിരുന്നു. കൈ പോലും ഒന്ന് അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്തിനാ ചെയ്തു നീ ഇങ്ങനെ പേടിക്കുന്നത്? നീ എന്നെ ആദ്യമായിട്ട് കാണുവാണോ? ഞാൻ ആദ്യമായും അവസാനമായും അറിഞ്ഞ പെണ്ണ് നീയല്ലേ ഷീതു? അതും വർഷങ്ങളുടെ ബന്ധവും അടുപ്പവും നമുക്കിടയിൽ ഉണ്ടായിട്ട്. നീ എന്തിനാ എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ പരിഭ്രമിക്കുന്നത്? അവൻ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇനി വിട്, എനിക്ക് പോകണം. ഇച്ചായൻ ഇപ്പം വരും. അവൾ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായനോ? അവൻ്റെ കൈകൾ അവളിൽ ദേഷ്യത്തോടെ മുറുകി. വിട്! അവളുടെ കണ്ണുകൾ നിറഞ്ഞതും അവൻ അവളിൽ നിന്നുമുള്ള പിടിവിട്ടു. ശീതൾ. ഷെലിൻ തിരികെ അവിടേക്ക് വന്നതും ആദം പെട്ടെന്ന് അവളിൽ നിന്നും മാറി. ഷീതു കൈ ഒഴിഞ്ഞുകൊണ്ട് ഷെലിനെ നോക്കി. ശീതൾ, ഇതാ എൻ്റെ ഹസ്ബൻഡ് ജിജിൻ. ഷെലിൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ അവൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ശീതൾ ജിജിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചതും അവളും തിരികെ ഒരു പുഞ്ചിരി അവന് നൽകി. ശേഷം അവൻ ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അവനും തിരികെ ചിരിച്ചു. ഇതാണല്ലേ നിന്റെ ഹസ്ബൻഡ്? ഷെലിൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ എന്തു പറയണമെന്ന് അറിയാൻ വയ്യാതെ നിന്നു. അതെ, ആം ആദം. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു. ഷീതു ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു. നീ എന്താ ശീതൾ ഞെട്ടുന്നത്? എന്തോ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ. അവളുടെ മുഖത്തെ ഭാവം കണ്ട് ഷെലിൻ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ജിജിനും ആദവും പരസ്പരം പരിചയപ്പെട്ടു. ഷെലിൻ അവളോട് കോളേജിലെ പഴയ കാര്യങ്ങളും മറ്റും പറഞ്ഞു. എന്നാൽ അവൾ അതിനൊക്കെ ഒന്ന് മൂളി തല കുലുക്കുന്നതല്ലാതെ ഒന്നും തന്നെ തിരികെ പറഞ്ഞില്ല. അവൾ ആ ലോകത്തൊന്നും അല്ലായിരുന്നു എന്ന് പറയാം. അവൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്നും പുറത്തു കടന്നാൽ മാത്രം മതിയെന്നായിരുന്നു ചിന്ത. ശരി, ഞങ്ങളെങ്കിൽ പോട്ടെ. ഷെലിൻ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി. അവരോട് യാത്ര പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോയിരുന്നു. ഞാൻ നിന്റെ ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ ചെയ്തു മറുപടിയൊന്നും പറയാഞ്ഞത്? അവർ പോയി കഴിഞ്ഞതും അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എനിക്ക് നമ്മുടെ മോളെ കാണാൻ കൊതിയാവോ ഷീതു? ഈ കൈകളിൽ കോരിയെടുക്കാൻ, അവളെ നെഞ്ചോട് ചേർക്കാൻ, അവളുടെ കുറുമ്പുകളും കുസൃതികളും ഒക്കെ കാണാൻ എനിക്ക് ഒരുപാട് കൊതിയുണ്ട്. ഞാൻ എത്ര നാളായെന്നറിയോ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട്. എപ്പോഴും നമ്മുടെ മോളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ. പഴയതൊക്കെ മറന്നിട്ട് നിനക്ക് എൻ്റെ ഒപ്പം വന്നൂടെ ഷീതു? അവൻ ചോദിച്ചതും അവൾ പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും അവനെ നോക്കി. നീ എത്രയൊക്കെ നോക്കി പേടിപ്പിച്ചാലും സത്യത്തെ ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല. നിന്നെയും എന്നെയും അടുപ്പിക്കുന്ന ഒരു ജീവൻ ഇന്ന് ഈ ലോകത്തുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഓക്കെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അവൾ ഈ ലോകത്തുള്ള കാലത്തോളം നിനക്ക് എന്നിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ല. എത്രയൊക്കെ നീ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും അടുപ്പിച്ചിരിക്കും ഞാൻ. അതിന് നടുവിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെങ്കിലും മുച്ചോട് മുടിക്കും ഈ ആദം. അവൻ മനസ്സിൽ എന്തോ ഉദ്ദേശത്തോടു കൂടി അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ശരി, പോട്ടെ. നമുക്കിനിയും കാണാം. അല്ല, കാണണം. അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു ശില പോലെ അവനെ നിന്ന് കേൾക്കാനല്ലാതെ അവൾക്ക് അവിടെ നിന്നും ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഷോപ്പിൻ്റെ ഡോർ അടച്ചിട്ട് തിരികെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപും അവൻ അവളെ തിരിഞ്ഞു നോക്കി. പാവയും പിടിച്ച് അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ് അവൾ. അത് കണ്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കാറിലേക്ക് കയറി. ഷീതു ചേച്ചി, എന്താ? എന്തു പറ്റി വല്ലാതെ നിൽക്കുന്നത്? ആരോ അവളെ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഞെട്ടിയത്. ഓർത്തുകൊണ്ട് നിന്നതിൽ നിന്നും അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിരുന്നു. അവൾക്ക് ബില്ലടിച്ചു കൊടുത്ത പെൺകുട്ടിയായിരുന്നു അത്. ഒന്നുമില്ല. അതും പറഞ്ഞ് അവിടെ നിൽക്കാതെ അവൾ പെട്ടെന്ന് തന്നെ ആ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ ചാർലി വിളിക്കണമെന്ന് അവൾ അപ്പോഴാണ് ഓർത്തത്. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് നോക്കിയതും അതിൽ ചാർലി ഇങ്ങോട്ട് 5-6 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാതാവേ, ഫോൺ സൈലൻ്റ് ആയിരുന്നല്ലോ. അവൾ പെട്ടെന്ന് തന്നെ സൈലൻറ്റ് മോഡ് മാറ്റിയതിനു ശേഷം ചാർലിയെ തിരികെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഷീതു, പേടിച്ചു പോയല്ലോ. നീ എവിടെയാടി? ദേഷ്യത്തോടെയും പരിഭ്രമത്തോടെയും ഉള്ള അവൻ്റെ ചോദ്യം. ഇച്ചായ, പള്ളിയുടെ അടുത്തുള്ള ഷോപ്പിംഗ് മാർക്കറ്റിലുണ്ട് ഞാൻ. അവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം.
അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. ചുറ്റിനും ഒന്ന് നോക്കി. ചെറിയ പേടിയോടെ തന്നെയാണ് അവൾ അവിടെ ചാർലിയെ കാത്തു നിന്നത്. ഇനിയും ആദം വരുമോ എന്നും അത് ചാർലി കാണുമോ എന്നൊക്കെ അവൾക്ക് പേടിയായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞതും അവൻ്റെ ബൈക്ക് അവളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. നീ ഇത് എവിടെയായിരുന്നു? എത്ര നേരമായിട്ട് നിന്റെ ഫോണിലേക്ക് ട്രൈ ചെയ്യുകയാണെന്നറിയോ? ഫോൺ പോലും എടുക്കാതെ നീ എവിടേക്ക് പോയതാ? വിഷമത്തോടെയും ദേഷ്യത്തോടെയും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളെ കാണാഞ്ഞിട്ട് അവൻ പേടിച്ചു പോയെന്ന് അവൻ്റെ മുഖത്തു നിന്നും അവൾക്ക് മനസ്സിലായി. സോറി ചായ, ഞാൻ മോൾക്ക് ഈ ഡോള് വാങ്ങാൻ കയറിയതാ. ഫോൺ സൈലൻറ്റിലാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇച്ചാൻ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഫോൺ എടുത്തപ്പോഴാണ് കണ്ടേ. അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ സ്റ്റെഫിയുടെ വീട്ടിൽ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു അവൾ പ്രാക്ടീസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടുണ്ടെന്ന്. നീയാണെങ്കിൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതുമില്ല. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിന്നെയും കണ്ടില്ല. ഞാൻ കരുതി ഇനി എവിടേക്ക് പോയെന്ന്. അവൻ സമാധാനത്തോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു. അതിന് മറുപടി ഒന്നും പറയാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നെ ഒരു 10 മിനിറ്റ് കാണാതായപ്പോഴേക്കും അവൻ്റെ ഉള്ളിലുണ്ടായ ആ ആന്തൽ അതവൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സാരമില്ല. അല്ല, ഏത് പാവയാ വാങ്ങിയത്? അവൻ ചെറിയ പുഞ്ചിരിയോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കവർ വാങ്ങി നോക്കി. ഇത് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങണമെന്ന് കരുതിയതായിരുന്നു. അവളുടെ ഫേവറേറ്റ് ടോയ് അല്ലേ ബാർബി ഡോള്. അവളുടെ കയ്യിലിരുന്നതാണെങ്കിൽ അങ്ങ് ചീത്തയാകാൻ തുടങ്ങി. പുതിയത് വാങ്ങണമെന്ന് ഞാനും മനസ്സിൽ കരുതിയതായിരുന്നു. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. വാ കയറ്, ഡാൻസൊക്കെ പഠിപ്പിച്ച് ക്ഷീണിച്ചിരിക്കുകയല്ലേ, നമുക്കൊരു ജ്യൂസ് കുടിക്കാം. അവൻ പുഞ്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. നമുക്ക് വീട്ടിലേക്ക് പോകാം, എനിക്ക് ജ്യൂസൊന്നും വേണ്ട. അവൾ അവൻ്റെ ബൈക്കിൻ്റെ പുറകിലായി കയറി അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ഫ്രണ്ടിലെ മിററിൽ കൂടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തേലും ഒന്ന് വാങ്ങിത്തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഈ വേണ്ട എന്നുള്ള സംസാരം നിർത്തണമെന്ന്. നീ ഇപ്പോഴും എന്നെ അന്യനായിട്ടാണോ കാണുന്നത് ഷീതു? അതുകൊണ്ടാണോ എന്തെങ്കിലും വാങ്ങിത്തരാൻ പോകുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുന്നത്? അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഇജായ, ഞാൻ അങ്ങനെയൊന്നും. സോറി, നമുക്ക് ജ്യൂസ് കുടിക്കാം. തൻ്റെ വിഷമവും ഒഴിഞ്ഞുമാറലും അവനെ നന്നായി വേദനിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അവനെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞു. അവളുടെ നാവിൽ നിന്നും അത് കേട്ടതും അവൻ പുഞ്ചിരിയോടെ കണ്ണാടിയിൽ കൂടി അവളെ നോക്കി. അവൾ മനസ്സിൽ പല വിഷമങ്ങളും ഒതുക്കി വെച്ചുകൊണ്ട് അവനു വേണ്ടി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളെയും കൊണ്ട് അവിടെ നിന്നും പോയതും പുറകിൽ അവരെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആദമിൻ്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകിയിരുന്നു. ബൈക്കിൻ്റെ പുറകിൽ ചാർലിയോടൊപ്പം ഇരുന്നെങ്കിലും അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. അടുത്ത് കണ്ട ഒരു ബേക്കറിയിൽ അവൻ ബൈക്ക് കൊണ്ട് നിർത്തി. ഷീതു, ഇറങ്ങ, അവൻ പറഞ്ഞതും അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി. അവൻ അവളെയും കൂട്ടി ബേക്കറിയിലേക്ക് കയറി. നിനക്ക് എന്താ വേണ്ടത്? ഷേക്കാണോ അതോ ജ്യൂസ് എന്തേലും? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്താണേലും മതി, അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഷീതു, നിന്റെ ഇഷ്ടത്തിന് വാങ്ങിത്തരാനാണ് ഞാൻ നിന്നോട് എന്താ വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ചത്. എനിക്കിഷ്ടപ്പെട്ടത് വാങ്ങാനാണെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് ദേഷ്യത്തോടെയും പരിഭവത്തോടെയുമാണ് അവനത് അവളോട് പറഞ്ഞത്. എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ 2 ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ട് അവൻ അവളുടെ മുൻപിലേക്കിരുന്നു. ഷീതു, നിനക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? അവളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എന്നാൽ അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടി. ആദത്തിനെ ഉദ്ദേശിച്ചാണോ അവൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നായിരുന്നു അവളുടെ സംശയം. പള്ളിയിൽ ഡാൻസ് പഠിപ്പിക്കാൻ പോയപ്പോൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ വീണ്ടും ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. പിന്നെന്താ നിനക്കൊരു വല്ലായ്മ പോലെ? അത് അറിയില്ല ചായ, വന്തോ ഒരു ക്ഷീണം പോലെ. അവൾ പെട്ടെന്ന് അവനെ നോക്കി മറുപടി പറഞ്ഞു. കാരണം ഇനിയും താൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവനത് വിഷമമാകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഓ, അതായിരുന്നോ കാര്യം? അത് നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞൂടെ ഷീതു? നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായില്ലേ ശരീരം അനങ്ങിയിട്ട്. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ഡാൻസ് കളിച്ചപ്പോൾ നിനക്ക് ക്ഷീണം വന്നത്. ആ ക്ഷീണം ഈ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമ്പോഴേക്ക് മാറും. വീട്ടിൽ ചെന്നിട്ട് ഒന്ന് റെസ്റ്റും കൂടി എടുത്താൽ മതി. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അപ്പോഴേക്കും 2 ഓറഞ്ച് ജ്യൂസ് അവർക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ഷീതു, അവൻ വിളിച്ചതും ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന അവൾ തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. പപ്പ ഇന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കുമായിരുന്നു.
അത് നിയമപരമായി നമ്മുടെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. മാരേജ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പള്ളിയിലോ രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ നമ്മുടെ വിവാഹം നടത്തണം. ഇതുവരെ ഈ കാര്യം പറഞ്ഞ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാ പപ്പയും എന്നോട് ഇങ്ങനെ പറയുന്നേ. ആലോചിച്ചപ്പോൾ എനിക്കിത് ശരിയാണെന്ന് തോന്നി. മറ്റുള്ള എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. പക്ഷെ അതിൽ സത്യം എന്താണെന്ന് നിനക്കും എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോൾ നിയമപരമായി നമ്മുടെ വിവാഹം കഴിഞ്ഞാലും അത് പുറത്താരും അറിയാൻ പോകുന്നില്ല. എന്നോട് പപ്പ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ നിന്നോടും കൂടി ഒന്ന് സംസാരിച്ച് ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു. എന്താ നിന്റെ അഭിപ്രായം? അവൻ ചോദിച്ചതും അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ ഒന്നും പറയാത്തത്? അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. ഞാനെന്ത് പറയാൻ ഇച്ചായ? ഇച്ചായനും പപ്പയൊക്കെ തീരുമാനിക്കുന്നത് തന്നെയാണ് എൻ്റെയും തീരുമാനം. അല്ലാതെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനമില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നീ പേടിക്കണ്ട. നിയമപരമായി നമ്മുടെ വിവാഹം കഴിഞ്ഞാലും നിന്റെ അനുവാദമില്ലാതെ മറ്റൊരു തരത്തിലുള്ള റിലേഷനും നമുക്കിടയിൽ ഉണ്ടാവില്ല. അത് ഞാൻ നിനക്ക് അന്നും ഇന്നും തരുന്ന വാക്കാണ്. അവൻ പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വിവാഹത്തിന് സമ്മതമാണെന്ന് അവൾ പറയാതെ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവൻ ഒരുപാട് സന്തോഷമായിരുന്നു. സ്കൂളിൽ ഓഫീസിലിരിക്കുകയാണ് ക്രിസ്റ്റി. ടീച്ചേഴ്സിൻ്റെ അറ്റൻഡൻസ് പരിശോധിച്ചപ്പോഴാണ് ഋഷു ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കിയത്. അവളിന്ന് ലീവാണെന്നുള്ള കാര്യം അവനോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഒരുപാട് നേരം ബെല്ലടിച്ചതിന് ശേഷമാണ് മറുവശത്ത് കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ. ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊന്നും അറിയാതെയാണോ ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വരുന്നത്? എടുത്തുപാടെ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഒന്നും കൂടി ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. അവൻ്റെ നമ്പറിൽ നിന്നല്ലായിരുന്നു അവൻ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് അറിയാതെയാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞത് സർ, ചാർലി ചായനോട് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞതാ ഇന്ന് വരില്ല എന്ന്. അവൾ പതിയെ അവനോട് പറഞ്ഞു. ചാർലിക്കല്ല ഇവിടെ ഇൻചാർജ് ഉള്ളത്. ഇത് നോക്കി നടത്തുന്നത് ഞാനാ. എൻ്റെ സ്റ്റാഫുകൾ ആരെങ്കിലും ലീവ് എടുത്താൽ അത് അറിയിക്കേണ്ടത് എന്നെയാണ്. അവൻ കുറച്ച് കടുപ്പിച്ച് തന്നെ അവളോട് പറഞ്ഞു. ഞാൻ ആരോടും പറയാതെ അല്ല ഇന്ന് ലീവ് എടുത്തത്. പിന്നെ പുലിക്കളത്തിലെ ക്രിസ്റ്റിക്ക് മാത്രമേ അവകാശപ്പെട്ടതല്ലല്ലോ ആ സ്കൂള്. അവിടെ നിങ്ങളെപ്പോലെ തന്നെ അവകാശം ചാർലി ചായനും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാർലി ചായനെ വിളിച്ച് പറഞ്ഞത്. കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതില്ലാത്തവരോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവളും അതേ ദേഷ്യത്തോടെ അവനോട് മറുപടി പറഞ്ഞു. ഡേ, കൂടുതൽ ഓവർ സ്മാർട്ട് കളിക്കാൻ നോക്കല്ലേ. നിന്റെ അപ്പനോട് കാണിക്കുന്ന പോലെ എന്നോട് കാണിക്കാൻ വരണ്ട നീ. അവനും ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. കൂടിപ്പോയാൽ നിങ്ങൾ ആ സ്കൂളിൽ നിന്നും എന്നെ പറഞ്ഞു വിടുമായിരിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോ. എനിക്കൊരു കോപ്പുമില്ല. അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. തിരികെ മറുപടി കൊടുക്കുന്നതിന് മുൻപേ അവൾ ഫോൺ വെച്ചിട്ട് പോയതും അവൻ ദേഷ്യത്തോടെ ഫോണിലേക്ക് നോക്കി. വീണ്ടും അവളുടെ ഫോണിലേക്ക് തന്നെ വിളിച്ചു. അവൻ്റെ കോള് വീണ്ടും വന്നതും അവൾ ദേഷ്യത്തോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്യാൻ മാത്രം വളർന്നോ നീ? അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ കൈകൾ മുഷ്ടി ചുരുട്ടി. അവൾ ദേഷ്യത്തോടെ തൻ്റെ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ വയറ്റിൽ കൈവച്ചുകൊണ്ട് കമഴ്ന്നു കിടന്നു. കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അവൾ വാശിയോടെ അത് തുടച്ചു കളഞ്ഞു. എന്നാൽ ഇപ്പുറത്ത് അവൻ്റെ ഫോണിലെ വാൾപേപ്പറിൽ കാണുന്ന അവളുടെ ഫോട്ടോയിലൂടെ അവൻ വിരലോടിച്ചു. കാന്താരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു ദേഷ്യക്കാരി. ആരോടാടി നീ ദേഷ്യപ്പെടുന്നേ? ഈ ക്രിസ്റ്റിയോടോ? ദേ പെണ്ണെ, കൂടുതൽ വിളഞ്ഞാലുണ്ടല്ലോ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഫോട്ടോയിലേക്ക് നോക്കി വിരലോടിച്ചുകൊണ്ട് ചിരിച്ചു.